ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഈ കർക്കിടക മാസത്തിലും അതുപോലെ മഴ സമയത്തും കൊറോണ കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ മുതിര വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയാണിത്. നമുക്കറിയാം മുതിര വളരെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് മുതിരയാണ്. ചില സമയത്ത് നമ്മൾ മുതിര വാങ്ങുമ്പോൾ അതിൽ ചെറിയ കല്ലും മണ്ണൊക്കെ കാണും. അപ്പോൾ അതെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം കറി വെക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മുതിര ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് വേവിക്കാൻ ഉപയോഗിക്കുന്ന കുക്കർ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കണം. ഇപ്പോൾ മുതിര നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് 2 മണിക്കൂർ മാറ്റി വെക്കാം. മുതിര കുതിരാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു 4-5 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. കറിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 5-6 ചെറിയ ഉള്ളി 2ആയിട്ട് കീറിയത്, ഒരു 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, പച്ചമുളകും ഉള്ളിയെല്ലാം പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാനൊന്ന് 2ആയിട്ട് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരക്കാം. അതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ തേങ്ങ കാണുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ നൈസായിട്ട് അരയണമെന്നൊന്നുമില്ല. ഒരു ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഈ മുതിര വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ മുതിര നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച മുതിരയിൽ നിന്ന് ഇതുപോലെ 2 സ്പൂൺ മുതിര ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. ഇങ്ങനെ അടിച്ച് ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു കുറുകലും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇപ്പം അടിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, മുതിര ഒന്ന് ഉടച്ചെടുത്താലും മതി. ബാക്കിയുള്ള മുതിര നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കി ഉടച്ചെടുക്കാം. വീണ്ടും കുക്കർ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. പച്ചമുളകെല്ലാം ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിക്സി കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്തിട്ട് ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ആ മുതിരയും കൂടി ചേർത്ത് കൊടുക്കാം. മുതിര അധികം വെണ്ണ പോലെ അരച്ചെടുക്കണ്ട. ഈ കാണുന്ന പോലെ ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അതും കൂടി നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മുതിര അടിച്ചത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും കറി കുറച്ചും കൂടി തിക്കായിട്ട് വരും. ആ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് വേണം കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട്. കറി കൂടുതൽ തിക്കാകാനോ കൂടുതൽ ലൂസായി പോകാനോ പാടില്ല. അതിനിടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. പക്ഷെ ഇത് ലൂസായി ഇരുന്നാലും കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും തിക്കായിട്ട് വരും. ഇപ്പോൾ കറി കുറച്ച് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എനിക്ക് കറിയുടെ ഗ്രേവി കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ടും വരും. കറിയിൽ കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം.
കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് കുറച്ച് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളകും ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി റെഡിയായ കറി നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. കറി കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല പാകത്തിനൊക്കെ കുറുകി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നമുക്ക് ഈ കർക്കിടക മാസത്തിൽ ഈ മഴ സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ്. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്